ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ. ഇന്ന് തിരുവോണമാണ്. എല്ലാവരും നല്ലൊരു ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇന്നലെ പ്രീ മാർക്കറ്റ് സെഷൻ ഇല്ലായിരുന്നു, കുറച്ച് തിരക്കുകളായിരുന്നു, അതാണ് ഇല്ലാതിരുന്നത്. അപ്പോൾ നമുക്ക് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ ട്രേഡ് ചെയ്യുന്ന നെഗറ്റീവിലാണ്. S&P നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് വന്നിട്ട് പോസിറ്റീവിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ സെൻറ്റിമെൻറ്റ്സ് നിലനിർത്തുന്നതായിട്ട് നമുക്ക് കാണാം. FTSE 31 പോയിന്റ് സബ്സൈഡിലും DAX 159 പോയിന്റ് അപ്സൈഡിലും CAC 13 പോയിന്റ് ഡൗൺ സൈഡിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി നിലവിൽ 68 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. സോ മേ ബി നമുക്കൊരു 50 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിൻ്റെ പോസിബിലിറ്റിയാണ് നിലവിൽ കാണുന്നത്. ഓക്കെ, നിക്കി നോക്കുകയാണെങ്കിൽ 241 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. ഹാങ്സങ് 190 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുന്നു. സ്ട്രേറ്റ് ടൈംസ് 5 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുന്നു. തായ്വാൻ ആൻഡ് കോസ്പി നിലവിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ ട്രേഡ് ചെയ്യുകയാണ്. ഉള്ളതിൽ അപ്സൈഡായിട്ട് നിൽക്കുന്നത് നിഫ്റ്റി ആണ്. സോ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റി ഇന്നലത്തെ അവസാന നിമിഷത്തിൽ പതിവ് പോലെ തന്നെ റീട്രേസ്മെൻറ്റ് ഉണ്ടായി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, അവസാന നിമിഷത്തിൽ റീട്രേസ്മെൻറ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് സോണ് വാലിഡേറ്റ് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? ഈ ഒരു ഏരിയ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് സോൺ ആയിരുന്നു. ആ ഒരു സോണിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഒരു ഹോൾ പിക്ചർ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് ഒരു സ്റ്റീപ്പായിട്ടുള്ള സെല്ലിംഗ് അല്ല ഉണ്ടായത്. ഒരു ലോവർ ലോ മെയിൻറ്റെയിൻ ചെയ്താണ് മാർക്കറ്റ് പോയത്. ആ ലോവർ ലോയിൽ നിന്ന് മാർക്കറ്റ് ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് അപ്സൈഡ് പോവുകയും ആ ഡിമാൻഡ് ഏരിയയ്ക്ക് അടുത്ത് വെച്ചിട്ട് റിവേഴ്സൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കേണ്ട പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഈ ഹൈ എന്ന് പറയുന്നത് 24,770 എന്ന് പറഞ്ഞ സോണാണ്. അപ്പോൾ നാച്ചുറലി നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്നത് ഒരു അപ്സൈഡ് ആണ്. കാര്യം ഞാൻ ഒരു പ്രൈസ് ആക്ഷൻ ബേസ് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുന്ന ആൾ കൂടിയാണ്. അപ്പം ലിക്വിഡിറ്റിയും പ്രൈസ് ആക്ഷൻ എല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 24,300 സോണിലേക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു പുൾ ബാക്കിന് ശേഷം അപ്സൈഡ്, ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഒരു പുൾ ബാക്ക് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ട്രാപ്പ് ചെയ്യുന്നത് പുൾ ബാക്സ് തന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ പല ആളുകളും സ്റ്റോക്കുകളും അല്ലെങ്കിൽ നമ്മൾ നിഫ്റ്റി ഓപ്ഷൻസോ എന്തായാലും പുൾ ബാക്ക് കാണുമ്പോൾ നമ്മൾ പേടിച്ച് സെല്ലോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുന്നത്, ഞാൻ നോക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു പുൾ ബാക്ക്, ഒരു 24,000 സോണിലേക്ക് വീണ്ടും ഒരു പുൾ ബാക്ക്, അതിൻ്റെ അവിടെ നിന്നൊരു അപ്സൈഡ് മൊമെൻ്റാണ് ഞാൻ പ്രതീക്ഷിച്ച് ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മേജർ സെല്ലിംഗ് ഏരിയ ആയിട്ട് 24,544 ആക്ട് ചെയ്യാം, 540 റേഞ്ച്. ആൻഡ് രണ്ടാമത് 24,600 റേഞ്ച്. ഈ രണ്ട് സോണും ആയിരിക്കും മാർക്കറ്റിലെ മേജർ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ള സോണ്. ആൻഡ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഹൈ, ഈ ഹൈ സോണ് മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. സോ ടോട്ടലി പ്രൈസ് ആക്ഷൻ വൈസ് പോസിറ്റീവ് ആണ്. ഇനി നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ രണ്ട് സോൺ 24,000 ആൻഡ് 23,750 സോൺ, ഈ രണ്ട് സോണ് മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ എന്തെങ്കിലും സ്റ്റോക്സ് വാച്ച് ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ട്. ജൂനിപ്പർ ഗ്രീൻ എനർജി, വൺ ഇൻഡിക് ടെക്നോളജീസ്, സിംബയോലി ഷുഗേഴ്സ്, വികാസ് ഇക്കോടെക് അങ്ങനെ പറഞ്ഞ കുറച്ച് കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. ഗ്രോ കമ്പനിയിലൊരു റാബിറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി, അതായത് സെൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കുറച്ച് ന്യൂസസ് ഒക്കെ അവിടെ എവിടെയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. NBCC കമ്പനി NBCCക്ക് 121 കോടിയുടെ പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ന്യൂസുകൾ മാർക്കറ്റിൽ ഇന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ഒരു കൊളാബറേഷൻ നടത്തുന്നുണ്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സ്റ്റോക്സ് ഞാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഓൾറെഡി വാച്ച് ലിസ്റ്റിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോൾബിയോ ഡയഗ്നോസ്റ്റിക്സ് എന്തായാലും ഞാൻ പ്രോഫിറ്റിൽ ഇറങ്ങിയ ഒരു സ്റ്റോക്കാണ്, നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ടെലിഗ്രാം ചാനൽ ഇപ്പോഴും കുറേ അധികം പേര് ജോയിൻ ചെയ്തിട്ടില്ല. എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ടെലിഗ്രാമിലും വാട്സാപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് ഭാവിയിൽ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ ഒലക്ട്ര, ഈ കമ്പനി ഞാൻ ഹോൾഡ് ചെയ്യുകയാണ് കേട്ടോ, ചെറിയൊരു ക്വാണ്ടിറ്റി. ഡിമാൻഡ് സോണിൽ നിന്ന് ട്രേഡ് എടുത്തതാണ്. ഇപ്പോൾ എന്തായാലും ഇന്നലെയും സാമാന്യം ഭേദപ്പെട്ട ക്ലോസിംഗ് ആണ് തന്നത്. ഡിമാൻഡ് ഏരിയ വാലിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് NDR ഓട്ടോയാണ്. അപ്പോൾ NDR ഓട്ടോ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. അപ്പോൾ ഒരു ഡിമാൻഡ് സോൺ ട്രേഡിന് വേണ്ടിയിട്ട് ഇനി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഇത്രയും സോണിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഞാൻ പുതിയ ട്രേഡ് എടുക്കുക. 675 നിന്നായിരിക്കും ഒരു റിയാക്ഷൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും NDR ഓട്ടോ ഞാൻ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഡിമാൻഡ് സോണിലേക്ക് വരട്ടെ. 600-650 റേഞ്ചിനുള്ളിൽ വന്ന് ഞാൻ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുകയാണ് കമ്പനി. ഓക്കെ,
പിന്നെ നമ്മൾ വാച്ച് ചെയ്യുന്നത് ITC ആണ് കേട്ടോ. ഞാൻ ഒരു റിവേഴ്സലിന് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുന്നത് ITC ആണ്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഞാൻ നോക്കും, ഇവിടെ നിന്നുള്ള റിയാക്ഷൻ നോക്കിയിട്ടായിരിക്കും ITCയിൽ തീരുമാനം എടുക്കുക. പിന്നെ ഇൻഡിഗോ കമ്പനി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. റിവേഴ്സലൊക്കെ നടക്കുന്ന ഒരു കമ്പനികളിൽ ഒന്നാണ് ഇൻഡിഗോ. പിന്നെ ദേവയാനി ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നല്ലൊരു ക്ലോസിങ് കിട്ടി. അപ്പം ദേവയാനിയിൽ ഞാൻ ഇനി നോക്കുന്നത് 159, 160 റേഞ്ച് ബ്രേക്ക് ചെയ്യില്ലേ എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിടുക. നമുക്കത് പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഹാപ്പി ഓണം എന്നുകൂടെ. താങ്ക് യു.